അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ പഠിച്ച DC ജനറേറ്റർ, മോട്ടർ, അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ, ഇത്ര ഏരിയാസ് ആണ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് അത് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ തന്നെ ആൻസർ പറയാൻ നോക്കുക കേട്ടോ. എന്നിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് പാരലൽ പാത്ത് ഇൻ എ 4-pole ഡ്യൂപ്ലെക്സ് ലാപ്പ് വൈൻഡിങ്? What is the number of parallel paths in a 4-pole duplex lap winding? ഇപ്പം നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും പെട്ടെന്ന് ചെയ്യാനായിട്ട്. ഓക്കെ, എന്തായിരിക്കും ആൻസർ? ഓഡിബിൾ അല്ലേ? ഓഡിബിൾ അല്ലേ? ആൻസർ പറയാമോ? ഇവിടെ ഡ്യൂപ്ലെക്സ് ലാപ്പ് വൈൻഡിങ് ആണ് പറഞ്ഞിരിക്കുന്നത്. 4-pole. ഓക്കെ, 8 ആണ്. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറഞ്ഞാൽ A ആണല്ലേ. ഡ്യൂപ്ലെക്സ് എന്ന് പറയുമ്പോൾ 2 × A വരും. ലാപ്പ് വൈൻഡിങ് നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോൾസിന് ഈക്വൽ ആണ്. അപ്പൊ അതായത് ഇവിടെ 4 തന്നെയാണ് വരിക. അപ്പൊ ഡ്യൂപ്ലെക്സ് ആകുമ്പോൾ 2 × A എന്നാണ് വരിക ഡ്യൂപ്ലെക്സ്. ട്രിപ്ലെക്സ് ആണെങ്കിലോ 3 × A എന്ന് വരും. അപ്പൊ 2 × 4. അപ്പൊ എത്ര കിട്ടും? 8. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a DC motor, maximum mechanical power occur when the back EMF equal. നമ്മൾ മാക്സിമം പവറിന്റെ കണ്ടീഷൻ ഒന്ന് ഡിറൈവ് ചെയ്തായിരുന്നു, ഓർക്കുന്നുണ്ടോ? മാക്സിമം പവർ ഡെവലപ്പ് ചെയ്യുന്നത് എപ്പോഴാണ്? half the applied voltage. ഹാഫ് ദ അപ്ലൈഡ് വോൾട്ടേജ്. വെരി ഗുഡ്. ബാക്ക് EMF എന്ന് പറയുന്നത് ഹാഫ് ദ അപ്ലൈഡ് വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻ സി ആണ് വരിക. Then question number 3. Which type of DC generator gives negligible terminal voltage at no load? No ലോഡിൽ വളരെ ചെറിയ വോൾട്ടേജ് ഉള്ള ഏത് മെഷീനാണ്, ഏത് ജനറേറ്റർ ആണുള്ളത് നോ ലോഡിൽ? നമ്മൾ നോ ലോഡ് ക്യാരി ഒക്കെ വരച്ചതാണ്. അതില് ഓർക്കുന്നുണ്ടോ? നോ ലോഡ് ക്യാര സാധാരണ എല്ലാം മേളിൽ നിന്ന് താഴേക്ക് വരുന്ന രീതിയിലാണ് ഷണ്ടിന്റെ ഒക്കെ നമ്മൾ വരച്ചത്. സീരീസിന്റെ ആണ് നേരെ താഴേന്ന് മേളിലേക്ക് ഇൻക്രീസ് ചെയ്ത് വരുന്ന രീതിയിൽ വരുന്നത്. ഓക്കെ, അപ്പൊ സീരീസിലാണ് എന്ത് ഏറ്റവും മൈന്യൂട്ട് വോൾട്ടേജ് അറ്റ് നോ ലോഡ് എന്ന് പറയുന്നത് സീരീസ് ആണ്. ഓക്കെ, ഷണ്ട് കോമ്പൗണ്ട് ഒക്കെ ചെറിയ വാല്യൂസ് ഉണ്ട്. അത് ആ ഗ്രാഫ് നിങ്ങൾ പഠിക്കും. അപ്പൊ അതിന്റെ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുന്ന ഡ്രൂപ്പിംഗ് ക്യാര പോലെ, ഓർക്കുന്നുണ്ടോ? അതിനൊക്കെ ഒരു നോ ലോഡിൽ ഒരു പർട്ടിക്കുലർ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ടായിരിക്കും ഷണ്ടിനൊക്കെ. സീരീസിനൊക്കെ പറഞ്ഞാല് അതിങ്ങനെ താഴേന്ന് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലാണ് സീരീസിൽ വരുന്നത്. ഓക്കെ, then the terminal voltage of a series generator is 150 volt when the load current is 5 ampere. If the load current is increased to 10 ampere, the terminal voltage will be. ഇതെന്ത് ചെയ്യും? സീരീസ് ജനറേറ്റർ ആണ്. ഓക്കെ, സീരീസ് ജനറേറ്റർ എന്ന് പറഞ്ഞാല് അതിന്റെ ഫ്ലെക്സും IA ഒക്കെ പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലെ. ഒരൊറ്റ സർക്യൂട്ടല്ലേ ഉണ്ടാവുള്ളൂ. IA-യും IL-ഉം അതിലൂടെ പോകുന്ന ISC എല്ലാം സെയിം തന്നെ. ഒരൊറ്റ സീരീസ് കണക്ഷൻ ആണ് അല്ലെ സീരീസ് ജനറേറ്റർ എന്ന് പറയുമ്പോൾ. അപ്പൊ 5 ആംപിയർ കറണ്ട് ആയിരുന്നു അതിലൂടെ ആദ്യമേ ഫ്ലോ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ എന്നിട്ട് പെട്ടെന്ന് എന്ത് കൂട്ടി? കറണ്ട് ഇൻക്രീസ് ചെയ്തു. അതായത് ഞാനിവിടെ കറണ്ട് ഇൻക്രീസ് ചെയ്തപ്പോ എന്ത് സംഭവിച്ചു? കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഫ്ലെക്സ് കൂടും അല്ലെ. അപ്പൊ ഫ്ലെക്സ് കൂടി. ഇനി ഫ്ലെക്സ് കൂടുമ്പോ എന്ത് സംഭവിക്കും? ടെർമിനൽ വോൾട്ടേജിന്റെ കാര്യമല്ലേ ചോദിച്ചേക്കണേ. ടെർമിനൽ വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്താ? ഇവിടെ സീരീസ് ജനറേറ്റർ ആണ്. ജനറേറ്ററില് EB മൈനസ് അല്ലെങ്കിൽ EB മൈനസ് EB എന്നല്ല EA എന്നാണ് സാധാരണ എഴുതാറ്. മോട്ടറിനാണ് ഇക്വേഷന്റെ പ്ലസും മൈനസും മാറാതിരിക്കുക. അല്ലെങ്കിൽ EA മൈനസ് IA × RA.
ഇതാണ് എന്താ നമുക്ക് ടെർമിനൽ വോൾട്ടേജിൽ കിട്ടുന്നത് അല്ലെ. അപ്പൊ ടെർമിനൽ വോൾട്ടേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫ്ലക്സ് കൂടുമ്പോൾ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ട് E is equal to phi ZN by 60 into P by A. ഫ്ലക്സ് കൂടുമ്പോൾ അതിന്റെ പ്രൊപ്പോർഷൻ ആയിട്ട് ഓൾറെഡി E നല്ല രീതിയിൽ കൂടുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ഐയുടെ ഒരു ചെറിയ ഇൻക്രീസ് ഉണ്ട്, എന്നാലും E അവിടെ കൂടുന്നതുകൊണ്ട് ടെർമിനൽ വോൾട്ടേജ് എങ്ങനെയായിരിക്കും? കൂടുമോ കുറയുമോ? ഇവിടെ ഈ ഐയെ കൂടുന്നതിന്റെ അതിന്റെ ലെവലിനേക്കാളും ഒരുപാട് ഹയർ ലെവലിലാണ് ഇയെ കൂടുന്നത്. ഓക്കെ, അപ്പോ ഇയെ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ ഐയെ കൂടുന്നു എന്നതുകൊണ്ട് വി കുറയുന്നു എന്ന് നിങ്ങൾ അസ്യൂം ചെയ്യരുത്. ഇവിടെ ഫ്ലക്സ് കൂടുന്നതിനനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന ജനറേറ്റഡ് EMF കൂടുന്നുണ്ട്. അപ്പൊ ടെർമിനൽ വോൾട്ടേജ് എങ്ങനെയായിരിക്കും? ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന 150യേക്കാളും കൂടുമോ കുറയുമോ? ആലോചിച്ച് നോക്കിയേ. എന്താണ്? കൂടില്ലേ? ആ, കൂടും. ഗ്രേറ്റർ ദാൻ 150, അതായത് ഇയെ കൂടുമ്പോൾ ടെർമിനൽ വോൾട്ടേജ് കൂടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഷണ്ട് ജനറേറ്റർ ക്യാൻ സെൽഫ് എക്സൈറ്റ്. ശരിയല്ലേ? സെൽഫ് എക്സൈറ്റ് ആവും. അപ്പൊ എന്തൊക്കെയായിരുന്നു അതിന്റെ കണ്ടീഷൻസ് ഓർക്കുന്നുണ്ടോ? ഫസ്റ്റ് നോക്കിയേ, ഇഫ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഫീൽഡ് സർക്യൂട്ട് ഈസ് ലെസ് ദാൻ ദ ക്രിട്ടിക്കൽ വാല്യൂ. റെസിസ്റ്റൻസ് അതിന്റെ ക്രിട്ടിക്കൽ വാല്യൂസിനേക്കാളും ചെറുതായിരിക്കും, ആൻഡ് ദ സ്പീഡ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ സ്പീഡ്. ക്രിട്ടിക്കൽ സ്പീഡിനേക്കാളും ഗ്രേറ്റർ ആവുന്ന കണ്ടീഷൻ. നെക്സ്റ്റ് ബിയിൽ എന്താ വന്നിരിക്കുന്നത്? ഓൺലി ഇഫ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഫീൽഡ് സർക്യൂട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ വാല്യൂ. സി എന്താ? ഇറസ്പെക്റ്റീവ് ഓഫ് ദ വാല്യൂ ഓഫ് ദ റെസിസ്റ്റൻസ് ഇൻ ദ ഫീൽഡ് സർക്യൂട്ട്. ഡി നൺ ഓഫ് ദ എബോവ്. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ എ അല്ലെ? ഫീൽഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ വാല്യൂ ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസിനേക്കാളും കുറവായിരിക്കണം. ഫീൽഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കലിനേക്കാളും കുറവായിരിക്കണം. അതുപോലെ തന്നെ സ്പീഡ് ക്രിട്ടിക്കൽ സ്പീഡിനേക്കാളും എങ്ങനെയായിരിക്കണം? കൂടുതലായിരിക്കണം അല്ലേ? ഓക്കെ, നെക്സ്റ്റ്. Two generators are running in parallel. One of the generator may run as motor for which of the following reason? രണ്ട് ജനറേറ്റർ നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തേക്കുവാണ്. പെട്ടെന്നാണ് ഒരെണ്ണം മോട്ടർ ആയിട്ട് ആക്ട് ചെയ്തത്. എന്തായിരിക്കും കാരണം? എന്തായിരിക്കും കാരണം? ഓപ്ഷൻ എ, the direction of the generator is reversed, the speed of the generator is increased, the field of that generator is weakened, the generator takes large share of loads. ഏതായിരിക്കും ആൻസർ? ഏതായിരിക്കും? എല്ലാം ഒരുപോലെ ഇരിക്കണ്ടല്ലേ? ഏതായിരിക്കും ആൻസർ? സി ആണോ? സി അല്ലേ? ഫീൽഡ് ഓഫ് ദ ജനറേറ്റർ ഈസ് വീക്കൻ. ദേ ഞാൻ പറയാം. നമ്മള് രണ്ട് ജനറേറ്ററിന്റെ കേസ് പറഞ്ഞു. രണ്ട് ജനറേറ്റർ E1 ഇത് E2 ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും കാരണം കൊണ്ട് E1 അല്ലെങ്കിൽ E2 ഏതെങ്കിലും കൂടി പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് ഉണ്ടാവുകയും ഇവിടത്തെ കറണ്ട്, അപ്പൊ കൂടിയ ആളുടെ കറണ്ട്, അതിലൂടെയുള്ള കറണ്ട് കൂടി കൂടി ഇയാള് ജനറേറ്റർ, അതായത് കൂടുതൽ ലോഡ് സപ്ലൈ ചെയ്യുന്ന ജനറേറ്റർ ആയിട്ടും ഈ കറണ്ട് മുഴുവനും ഇങ്ങോട്ടേക്ക് ചെന്ന് ഇയാള് ഒരു മോട്ടറായിട്ടും ആക്ട് ചെയ്യും. ഇതൊരു മോട്ടറായിട്ടും ഇതൊരു ജനറേറ്റർ ആയിട്ടും ആക്ട് ചെയ്യും. അപ്പൊ വന്ന് കറണ്ട് മൊത്തം ഇതിലേക്ക് എടുത്തെടുത്ത് ഇയാള് ഒന്നും സപ്ലൈ ചെയ്യാണ്ട് വരും. ഇയാള്, അതായത് G1 എന്ന് പറയുന്നത് ഫുൾ ലോഡ് ബേർഡൻ, ഫുൾ ലോഡ് ഡിമാൻഡ് ചെയ്യുന്ന അത്രയും ലോഡ് സപ്ലൈ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരും. അപ്പൊ ലോഡ് ഷെയറിങ്ങില് ഡിഫറൻസ് വന്നുകൊണ്ടാണ്. പെട്ടെന്ന് ഫീൽഡിൽ വരുന്ന വ്യത്യാസം കൊണ്ടല്ല അത്. ഇതില് ജനറേറ്റ് ചെയ്യുന്ന EMF-ല് ചേഞ്ച് വരുന്നു. ആ EMF-ന്റെ ചേഞ്ച് കാരണം അവിടെ സർക്കുലേറ്റിംഗ് കറണ്ട് ഉണ്ടാവുകയും സർക്കുലേറ്റിംഗ് കറണ്ട് കാരണം അത് ക്യുമുലേറ്റീവ് ആക്ഷൻ ആയിട്ട് നടന്ന് ഒരെണ്ണം ജനറേറ്റർ ആയിട്ടും ഒരെണ്ണം മോട്ടറായിട്ടും ആക്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ഇനി ഫീൽഡ് ഓഫ് ദ ജനറേറ്റർ വീക്കൻ എന്തെങ്കിലും, ഇപ്പൊ നമ്മളിപ്പോ E1ഉം E2ഉം ഗ്രേറ്റർ, ഒരെണ്ണം ഗ്രേറ്ററും ഒരെണ്ണം ലെസ്സും ആയതിന്റെ കാരണം വേണമെങ്കിൽ ഫീൽഡിന്റെ എന്തെങ്കിലും വേരിയേഷനോ അതെന്തെങ്കിലും വരാം. പക്ഷെ
ഇവിടെ ലോഡ് ഷെയറിങ് ഡിഫറെന്റ് ആയതുകൊണ്ടാണ് ഒരെണ്ണം മോട്ടറും ഒരെണ്ണം ജനറേറ്ററും ആയിട്ട് വർക്ക് ചെയ്തത്. മനസ്സിലായോ? വേണമെന്ന് വെച്ചാല് ഇതൊരു ആൻസർ എന്നുള്ള രീതിയിൽ വരാം. പക്ഷെ കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ്? ഇതാണ്. ഞാൻ പറഞ്ഞു E1 ഗ്രേറ്റർ ദാൻ E2 ഓർ E2 ഗ്രേറ്റർ ദാൻ E1. ഇത് പല കണ്ടീഷൻസിൽ വരാം. ഏത് സിറ്റുവേഷനിലാണ് വരണേന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഫീൽഡിന്റെ വ്യത്യാസം കൊണ്ടായിരിക്കാം, വോൾട്ടേജിന്റെ വ്യത്യാസം കൊണ്ടായിരിക്കാം. അപ്പൊ ഇതിങ്ങനെ വന്നതിന് ശേഷമാണ് ഇതിലെ കറണ്ട് കൂടുകയും ആ കറണ്ട് മൊത്തം വേറൊരു ജനറേറ്റർ അബ്സോർബ് ചെയ്യുകയും അതിനുശേഷമാണ് ആ ജനറേറ്റർ മോട്ടറായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ലോഡ് ഷെയറിംഗ് ആണ് അവിടെ ഡിഫറെന്റ് ആയിട്ട് വന്നത്. അപ്പൊ ഇയാള് കൂടുതൽ I1 കൂടുതൽ ജനറേറ്റ് ചെയ്യും, ഇയാള് അങ്ങോട്ട് കൊടുക്കാതെയും വരും. അത് ഇങ്ങോട്ട് അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ലോഡ് ഷെയറിംഗിൽ വരുന്ന ഡിഫറൻസ് ആണ്. ക്ലിയർ ആയോ? ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following generator will preferred if they are required to run in parallel? പാരലൽ ഓപ്പറേഷൻ നമ്മൾ ഇതിൽ ഏതൊക്കെ ജനറേറ്റേഴ്സ് ആണ് പ്രിഫർ ചെയ്യുക? പാരലൽ ജനറേറ്റേഴ്സിന്റെ മെയിൻ കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ഓർക്കുന്നുണ്ട്? എന്ത് ക്യാരയാണ് അതിന് വേണ്ടത്? ഡ്രൂപ്പിംഗ് ക്യാരയാണ് വേണ്ടത് അല്ലെ? അപ്പൊ ഷണ്ടിന് ഡ്രൂപ്പിംഗ് ക്യാരയാണോ ഉള്ളത്? അതെ. ഷണ്ടിന് ഡ്രൂപ്പിംഗ് ക്യാരയാണോ ഉള്ളത്? അപ്പൊ നമുക്ക് ഇതില് ഏറ്റവും ബെറ്റർ എന്ന രീതിയിൽ ഷണ്ട് ചൂസ് ചെയ്യാം അല്ലെ? സീരീസിൽ ഡ്രൂപ്പിംഗ് ക്യാര അല്ല. കോമ്പൗണ്ടില് ഫ്ലാറ്റ് കോമ്പൗണ്ടും ഉണ്ട്, ഓവർ കോമ്പൗണ്ടും ഉണ്ട്, അണ്ടർ കോമ്പൗണ്ടും ഉണ്ട്. അതിൽ ഓവർ കോമ്പൗണ്ട് ഡ്രൂപ്പിംഗ് അല്ലല്ലോ. അപ്പൊ ഈ കോമ്പൗണ്ട് എന്ന് പറഞ്ഞ ഒറ്റ നെയിമിൽ തന്നിരിക്കുന്നതുകൊണ്ട് നമുക്കത് കറക്റ്റ് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഫ്ലാറ്റ് കോമ്പൗണ്ട് അല്ലെങ്കിൽ അണ്ടർ കോമ്പൗണ്ട് വേണമെങ്കിൽ ചൂസ് ചെയ്യാമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ജനറേറ്റിംഗ് മെഷീൻസ് വിൽ ഓഫർ കോൺസ്റ്റന്റ് വോൾട്ടേജ് ഓൺ ഓൾ ലോഡ്? നമ്മളിപ്പോ പറഞ്ഞു ഓൾ ലോഡ്സിൽ കോൺസ്റ്റന്റ് വോൾട്ടേജ് തരുന്ന ആരായിരിക്കും? സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റർ, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ, ലെവൽ കോമ്പൗണ്ടഡ് ജനറേറ്റർ. ഏതായിരിക്കും? എല്ലാ ലോഡിലും ഏകദേശം കോൺസ്റ്റന്റ് വോൾട്ടേജ് ആയിരിക്കും കൊടുക്കുക. ഏതായിരിക്കും? ലെവൽ കോമ്പൗണ്ടഡ് ആയിരിക്കും. അതിന്റെ ഗ്രാഫ് ഓർക്കുന്നില്ലേ? അതിന്റെ ഏകദേശം ലെവലായ രീതിയിലായിരിക്കും, ഏകദേശം കോൺസ്റ്റന്റ് എന്ന രീതിയിലാണ് അതിന്റെ ഔട്ട്പുട്ട് വരിക, വോൾട്ടേജ് അല്ലേ? The critical resistance of a DC generator is the resistance of field, brushes, armature, load. ഏതായിരിക്കും ആൻസർ? ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഓഫ് എന്താണ്? ഫീൽഡ്. ഓക്കെ. Which of the following does not change in transformer? ട്രാൻസ്ഫോമറിൽ നമ്മൾ ഏതാണ് ചേഞ്ച് വരുത്താറ്? Frequency. Okay. Frequency. Okay. The degree of mechanical vibration produced by the lamination of the transformer depends on tightness of the clamping, gauge of the lamination, size of the lamination. ഏതായിരിക്കും? All the above. All of the above. Okay. In a shunt generator, interpole windings carries the interpole windingസിലൂടെ എന്താണ് പോകുന്നത്? ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആണോ, ഷണ്ട് ഫീൽഡ് ആണോ, ആർമേച്ചർ കറണ്ട് ആണോ, അതോ റേറ്റഡ് കറണ്ട് ആണോ? ആർമേച്ചർ കറണ്ട്. ഓക്കെ, ആർമേച്ചർ കറണ്ട്. In a generator, the process of reversal of current in an armature coil as it crosses the magnetic neutral axis. Neutral axis neutral axis is called magnetic neutral axis ne അത് ക്രോസ് ചെയ്യുമ്പോൾ കറണ്ട് റിവേഴ്സ് ചെയ്യുന്ന പ്രോസസ്സിനെ എന്താണ് പറയാ? കമ്മ്യൂട്ടേഷൻ. മറന്നുപോയോ? ഇത് നമ്മുടെ ജനറേറ്റർ, ഇതെന്താണ്? മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ്, MNA. ഓക്കെ,
ഇവിടെ ഞാൻ ഒരു കുറെ കണ്ടക്ടർ ഒക്കെ വരച്ചിട്ട് ഇവിടെ ഇപ്പൊ ക്രോസ് ആണ്, ഇവിടെ ക്രോസ് ആണ്, ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ന്യൂട്രൽ ആക്സിസ് കടന്നിട്ട് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇത് ഡോട്ട് ആവും, അപ്പൊ അടുത്തത് കടന്നു വരുമ്പോ അതും ഡോട്ട് ആവും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ബ്രഷ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ ഓരോ ബ്രഷിന്റെ മൂവ്മെന്റ് അനുസരിച്ച് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ബ്രഷിന്റെ മൂവ്മെന്റ് അനുസരിച്ച് കറണ്ട് ഫ്ലോ വന്നിട്ട് ആ കറണ്ട് റിവേഴ്സ് ആവുന്നത് എങ്ങനെയാന്നുള്ളത്, ആ മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് കട്ട് ചെയ്ത് അപ്പുറത്തേക്ക് വരുമ്പോൾ കറണ്ട് റിവേഴ്സ് ആവുന്ന പ്രോസസ്സ്, അതാണ് എന്ത്? കമ്മ്യൂട്ടേഷൻ. ഓക്കെ. Okay, ma'am. A DC shunt generator is delivering 20 kilowatt at a terminal voltage of 200 volt to a resistive load. The armature and shunt resistance are 0.5 ohm and 100 ohm respectively. Calculate the induced EMF in the armature. വളരെ സിമ്പിൾ അല്ലേ? ചെയ്തു നോക്കിക്കേ. ഷണ്ട് ജനറേറ്റർ ആണ്, ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്, ടെർമിനൽ വോൾട്ടേജ് തന്നിട്ടുണ്ട്, ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് 0.5 തന്നിട്ടുണ്ട്. സോറി, ഷണ്ട് ഫീൽഡ് അല്ല, ആർമേച്ചർ അല്ലേ. ചെയ്തു നോക്കിയേ നിങ്ങള്, എന്നിട്ട് ആൻസർ പറ. ഫീൽഡ് റെസിസ്റ്റൻസ് 100 ഓം. ഇൻഡ്യൂസ്ഡ് EMF. ഇൻഡ്യൂസ്ഡ് EMF എങ്ങനെ കണ്ടുപിടിക്കും? ജനറേറ്റർ ആണ്, അപ്പൊ ജനറേറ്ററിന്റെ ഇക്വേഷൻ എന്താന്ന് ഓർക്കുക. ഇ വി ടി പ്ലസ് IA/RA. ഈ രണ്ട് ഇൻഫർമേഷനിൽ നിന്ന് എന്ത് കിട്ടും പറഞ്ഞേ? ഈ രണ്ട് ഇൻഫർമേഷൻ 20 കിലോവാട്ട് 200 വോൾട്ട് എന്ത് കിട്ടും? IA. ആ, ലോഡ് കറണ്ട് നമുക്ക് കിട്ടും. 20 കിലോവാട്ട് ഡിവൈഡഡ് ബൈ 200 വോൾട്ട്. ഇത് ഷണ്ട് ജനറേറ്റർ അല്ലേ? ഷണ്ട് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഫീൽഡ് ഇല്ലേ, അപ്പൊ ഇവിടെയാണ് ലോഡ് കറണ്ട് വരുന്നത്, ഇവിടെയാണ് ആർമേച്ചർ കറണ്ട് വരുന്നത്, ഇവിടെയാണ് ഫീൽഡ് കറണ്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ലോഡ് കറണ്ട് നമുക്ക് കിട്ടും, ഒരു 100 ആംപിയർ കിട്ടും. 20 × 10⁵ ഓക്കെ. ഈ ഫീൽഡ് കറണ്ട് കിട്ടണ്ടേ? ഫീൽഡ് കറണ്ട് കിട്ടിയോ ആർക്കെങ്കിലും? എങ്ങനെ കിട്ടുന്നത്? എന്റെ ഒപ്പം ചെയ്ത് നോക്കണേ. ഫീൽഡ് കറണ്ട് കിട്ടിയോ? ഫീൽഡ് കറണ്ട് കിട്ടിയോ? RS വെച്ചല്ലേ ma'am? ആ, 200 ഡിവൈഡഡ് ബൈ 100, 2 ആംപിയർ കിട്ടും. അപ്പൊ ഇനി ആർമേച്ചർ കറണ്ട് കിട്ടാം. എളുപ്പല്ലേ? ആർമേച്ചർ കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? I എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ I എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കറണ്ടിന്റെ സം അല്ലേ? അപ്പൊ എത്ര വരും? 102 ആണ്. 100 + 2. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് സെക്കൻഡ് കൊണ്ട് ചെയ്ത് പ്രാക്ടീസ് ഉണ്ടെങ്കിലാണ് അത് പറ്റുള്ളൂ കേട്ടോ. പെട്ടെന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയേ. ടെർമിനൽ വോൾട്ടേജ് എത്രയാണ്? 200 പ്ലസ് IA/RA. RA നമുക്ക് തന്നിട്ടുണ്ട് 0.5 ഇൻറ്റു IA 102. എത്ര കിട്ടും? 200 പ്ലസ് 51. കിട്ടിയോ? $251 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, ഓപ്ഷൻ എ ആണ് വരിക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ? ആ ബ്രഷ് ഡ്രോപ്പ് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്താണ്? ഇവിടെ അതും കൂടെ ആഡ് ചെയ്ത് ചെയ്യേണ്ടി വന്നേനെ കേട്ടോ. ആഡ് ചെയ്യണോ മൈനസ് ചെയ്യണോ വേണ്ട? എന്തോ? ബ്രഷ് ഡ്രോപ്പ് ആഡ് ചെയ്യണോ മൈനസ് ചെയ്യണോ വേണ്ട? ആഡ് ചെയ്യണ്ട്. അതെന്താ അങ്ങനെ ഡൗട്ട് വരാൻ കാരണം? ഈ ജനറേറ്ററില് മൊത്തത്തില് ജനറേറ്റ് ചെയ്യുന്നത് ബാക്ക് EMF ആണ്. അയാളാണ് എല്ലാ ഡ്രോപ്പും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണത് അല്ലേ? നമ്മൾ അങ്ങനെയല്ല ജനറേറ്ററിന്റെ ഇക്വേഷൻ ഓർത്തിരിക്കണേ. ജനറേറ്റ് ചെയ്തു, അതിന്ന് IA × RA ഡ്രോപ്പ്, ഇനി സീരിയസ് വൈൻഡിങ് ഉണ്ടെങ്കിൽ അതിന്ന് IA × RC ഡ്രോപ്പ്, അത് കഴിഞ്ഞ് ബ്രഷിന്റെ ഡ്രോപ്പ് ഉണ്ടെങ്കിൽ അതിന്ന് ബ്രഷ് വോൾട്ടേജിന്റെ ഡ്രോപ്പ്. അത്രയും കുറച്ച് കഴിഞ്ഞിട്ടാണ് ടെർമിനൽ വോൾട്ടേജ് കിട്ടുള്ളൂ. അങ്ങനെയല്ലേ? അപ്പൊ നമുക്ക് EV കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതെല്ലാം അപ്പുറത്തേക്ക് വരുമ്പോ എല്ലാം പ്ലസ് ആവും. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് Okay. പോവാം. ഓക്കെ. The generator efficiency of a shunt generator will be maximum when the variable loss is. പെട്ടെന്ന് പറഞ്ഞേ. Variable loss is equal to constant. constant loss. A DC shunt generator supplies ഇത് നിങ്ങൾ തന്നെ ചെയ്തോ. A DC generator supplies a load of 7.5 kilowatt at 200 volt. If the armature resistance 0.6, the field resistance, okay, EMF ആണ് ചോദിച്ചേക്കുന്നത്. പെട്ടെന്ന് ചെയ്തേ. എന്താ ചെയ്യാ? ആദ്യമേ ചെയ്തത് മനസ്സിലായെങ്കിൽ ഇത് അതിന്റെ ഇരട്ടി സ്പീഡിൽ ചെയ്യാം. ലോഡ് കറണ്ട് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. കിട്ടിയ ആർക്കെങ്കിലും? .6 തന്നിട്ടുണ്ട്. RF 80 ohm തന്നിട്ടുണ്ട്. IA എന്ന് പറഞ്ഞാല് രണ്ടിന്റെ കൂടെ സമ്മാണ്. IF കണ്ടുപിടിക്കണ്ടേ? IF എങ്ങനെ കിട്ടുക? 200/80 IF കിട്ടും. 2.5. ഇതിന്റെ രണ്ടിന്റെ സമ്മാണെന്ത്? IA 40 ആംപിയർ കിട്ടും. E എന്ന് പറഞ്ഞാൽ എന്താണ്? V + IAR. എത്ര കിട്ടി? കിട്ടിയോ? 224. 224 ആണ് ആൻസർ. ഇതറിയാണ്ട് ബോൾഡ് ആയി പോയതാണ്. ഓക്കെ. The no load speed of which of the following motor will be highest? No load speed, no loadല് Series. ഓക്കെ. അത് ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കേണ്ട പോലെ ആവശ്യമില്ല. നോ ലോഡ് സ്പീഡില് ഡേഞ്ചറസ് നോ ലോഡില് ഡേഞ്ചറസ് സ്പീഡ് വരുന്നത് സീരീസ് മോട്ടർ ആണ് അല്ലേ. The direction of rotation of a DC series motor can be changed by എങ്ങനെയാണ് സീരീസ് മോട്ടറിന്റെ ഡയറക്ഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുക? Interchanging the supply terminals, interchanging the field terminals, either A and B above, none of the above. ഏതായിരിക്കും ആൻസർ? ഏതായിരിക്കും? C. Interchanging the supply terminals എന്ന് പറഞ്ഞാൽ interchanging the armature terminals. Armature terminals അല്ലെങ്കിൽ ഫീൽഡ് രണ്ടും കൂടെ ഒരുമിച്ച് മാറ്റി കഴിഞ്ഞാൽ വീണ്ടും പഴയ അവസ്ഥ തന്നെയാണ് അല്ലേ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആപ്ലിക്കേഷൻ റിക്വയർഡ് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക്? സ്റ്റാർട്ട് ചെയ്യണതിന് ഒരുപാട് ടോർക്ക് ആവശ്യം വരുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? Locomotive. ലോക്കോമോട്ടീവ്. അപ്പൊ ലോക്കോമോട്ടീവിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് മോട്ടർ ആയിരിക്കും? Series motor. സീരീസ് മോട്ടർ. ഓക്കെ. In an unloaded shunt generator, when switch is closed. സ്വിച്ച് എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾ ഫിഗർ വരച്ചില്ല. ഫിഗർ ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു ജനറേറ്റർ, ഒരു ഷണ്ട് ജനറേറ്റർ. അവിടെ ഒരു ഫീൽഡ് ഉണ്ട്. ആ ഫീൽഡിന്റെ അങ്ങോട്ടേക്ക് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഈ സ്വിച്ച് നമ്മൾ ക്ലോസ് ചെയ്യുവാണെങ്കിൽ എ സ്മോൾ കറണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് അല്ലെ. ഇതില് സ്മോൾ കറണ്ട് ഉണ്ടാവും. ഇവിടെ ചെറുതായിട്ട് കറണ്ട് ഉണ്ടാവും, പിന്നെ EMF ഉണ്ടാവും, പിന്നെ കറണ്ട് ഉണ്ടാവും. അങ്ങനെ ക്യൂമുലേറ്റീവ് ആയിട്ട് അങ്ങനെയല്ലേ നമുക്ക് ബിൽഡപ്പ് ഉണ്ടാവുന്നത്. അപ്പൊ ആ ബിൽഡപ്പ് ഉണ്ടാവാൻ കാരണം എന്താണെന്ന്? ലീഡ് ടു ജനറേറ്റ് സ്റ്റിൽ ലാർജർ വോൾട്ടേജ് ഡ്യൂ ടു ദ അഡീഷൻ ഓഫ് എന്തായിരിക്കും? Residual. Residual flux voltage ആണ്. Okay. A DC generator run at a speed of 1000 RPM. ഇതിന്റെ ആൻസർ നിങ്ങൾ തന്നെ ചെയ്തിട്ട് പെട്ടെന്ന് പറയണേ. And the flux per pole 0.2 Weber. Number of poles are 2. The winding is wave winding, wave wound and having 480 conductors. The critical speed is 1200 RPM. Then the generated EMF is. Generated EMF കണ്ടുപിടിക്കുക. പെട്ടെന്ന് ചെയ്തോ. എന്തായിരിക്കും? 0 അല്ലേ? 0 ആണ്. ആരെങ്കിലും ഇക്വേഷൻ ഇത് ചെയ്യാൻ പോയോ? എന്തുകൊണ്ടാ 0 ആയത്? ക്രിട്ടിക്കൽ സ്പീഡിലും കുറവാണ്.
അപ്പൊ ആദ്യമേ തന്നെ വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട് ഇ എം എഫിന്റെ ഇക്വേഷനിലേക്ക് പെട്ടെന്ന് കൊണ്ട് ഇടാൻ പോകരുത്. നോക്കുക, ഇവിടെ തന്നിരിക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ സ്പീഡിനേക്കാളും കുറവാണ്. ഒരു മിനിമം സ്പീഡ്, അതായത് ക്രിട്ടിക്കൽ സ്പീഡ് എങ്കിലും വേണം, അതിന്റെ മുകളിലേക്കാണ് പാടുള്ളൂ. അതുകൊണ്ടാണ്, എന്നാൽ മാത്രമാണ് ബിൽഡപ്പ് ഉണ്ടാവുള്ളൂ, വോൾട്ടേജ് ബിൽഡപ്പ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The starters are used with DC motors because എന്തിനാണ് നമ്മൾ സ്റ്റാർട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്? These motors have a high starting torque. These motors are not self-starting. Back EMF of this motor is 0 initially to restrict the armature current as there is no back EMF while starting. ഏതായിരിക്കും ആൻസർ? To restrict armature current. ഓക്കെ, ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. സ്റ്റാർട്ടിങ്ങില് ബാക്ക് ഇ എം എഫ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഐ എന്ന് പറഞ്ഞാൽ എന്താ? ഐ എന്ന് പറഞ്ഞാല് വി മൈനസ് ഇ ബി ബൈ ആർ ആണ് നമ്മുടെ ആ ഇക്വേഷനിൽ നിന്ന് എടുക്കുവാണെങ്കിൽ. അപ്പൊ ഇത് 0 ആണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഐ എന്ന് പറയുന്ന ആ ടെർമിനൽ വോൾട്ടേജ് മൊത്തം ഈ ചെറിയൊരു വാല്യൂ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കറണ്ട് ആവും. അപ്പൊ അത് ഐ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ഹൈ കറണ്ട് ആയിരിക്കും. ബാക്ക് ഇ എം എഫ് 0 ആവുന്നത് കൊണ്ടാണ് ഹൈ കറണ്ട് വരുന്നത്. അപ്പൊ ഇതില്ലാന്ന് വിചാരിക്കുക, ഈ ഓപ്ഷൻ ഡി ഇല്ലെങ്കിൽ സി വേണമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് എടുക്കാം. ബാക്ക് ഇ എം എഫ് ഓഫ് ദിസ് മോട്ടർ ഈ 0 ഇനീഷ്യലി. അത് തെറ്റായി വരുന്നില്ല, പക്ഷെ അങ്ങനെ ഈ ബാക്ക് ഇ എം എഫ് 0 ആയതുകൊണ്ട് ഐ കൂടുതലാണ്. അപ്പൊ കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 24. If the field of a DC shunt motor get open while the motor is running, എന്തായിരിക്കും സംഭവിക്കുക? Motor will attain dangerously high speed. ഡേഞ്ചറസ് ഹൈ സ്പീഡ് ആവും. ഇപ്പൊ നമ്മുടെ ഒരു ഷണ്ട് മോട്ടർ, ഓക്കെ, ഷണ്ട് മോട്ടർ ഫീൽഡ് ഉണ്ട്, പെട്ടെന്ന് ഫീൽഡ് ഓപ്പൺ ആയിപ്പോയി, അത് അവിടെ ഇല്ല. പെട്ടെന്ന് ഫീൽഡ് ഓപ്പൺ ആകുമ്പോൾ ഫ്ലെക്സിന് എന്ത് സംഭവിക്കും? പെട്ടെന്ന് ഫീൽഡ് ഓപ്പൺ ആകുമ്പോൾ ഫ്ലെക്സിന് എന്ത് സംഭവിക്കും? ഫീൽഡ് കറണ്ടിന് എന്ത് സംഭവിക്കും ഓപ്പൺ സർക്യൂട്ട് ആവുമ്പോ? ഫീൽഡ് കറണ്ട് 0 ആവും. അപ്പൊ ഫ്ലെക്സ് എന്തായിരിക്കും? കുറയും. 0 ആവും. കുറയും. 0യുടെ അടുത്ത് വരും. അപ്പൊ E is equal to N phi. ആ റിലേഷൻ വെച്ചിട്ടാണ് N is proportional to E by phi. അപ്പൊ ഈ ഫ്ലെക്സ് ഏകദേശം 0 വരുമ്പോ 1/0 ഇൻഫിനിറ്റിയിലേക്ക് പോണത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് വരിക അല്ലെ. The motor will attain dangerously high speed. The path of magnetic flux in a transformer should have എന്തായിരിക്കും? ഹൈ റെസിസ്റ്റൻസ്, ഹൈ റിലക്റ്റൻസ്, ലോ റെസിസ്റ്റൻസ്, ലോ റിലക്റ്റൻസ്. ഏതായിരിക്കും ആൻസർ? ലോ റിലക്റ്റൻസ്. Which type of a DC generator is most suitable for arc welding application? ഏതാണ് ആർക്ക് വെൽഡിംഗ് ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡിഫറൻഷ്യൽ കോമ്പൗണ്ട്. Yes, differential compound. No load current drawn by the transformer is usually what percentage of the full load current? No load current എന്ന് പറഞ്ഞാൽ എന്തോരം ആയിരിക്കും ട്രാൻസ്ഫോമറിൽ വരിക? നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ ട്രാൻസ്ഫോമറിന്റെ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു. എത്ര പെർസെന്റേജ് ഇതിലെ ഓപ്ഷൻ ഏത് വരും? 2 to 5%. 2 to 5%. If the speed of a DC machine is doubled and the flux remain constant, the generated EMF എന്തായിരിക്കും? Remains the same, is half, is double, is thrice. ഏതായിരിക്കും ആൻസർ? പറഞ്ഞു നോക്കിയോ? ഡബിൾഡ്. റീസൺ എന്താന്ന് പറയാമോ? N proportional to EB by 5. അത് തന്നെ, N proportional to EB by 5. ആ റിലേഷനിൽ തന്നെ ഉണ്ടല്ല. ഫ്ലക്സ് കോൺസ്റ്റന്റ് ആണ്, അപ്പൊ അത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്പീഡ് ഡബിൾ ആവുകയാണെങ്കിൽ അതേ പ്രൊപ്പോർഷനിൽ തന്നെ ബാക്ക് EMF ഡബിൾ ആവും. The purpose of providing an iron core in a transformer is to
provide support to winding, reduce the hysteresis loss, decrease the reluctance of the magnetic path, reduce the eddy current loss. അതായിരിക്കും ആൻസർ. ഡിക്രീസ് ഇലക്ട്രിക്. ഇതില് 2 ഓപ്ഷൻ വരുമല്ലോ. ആ 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ കൂടുതൽ ആപ്റ്റ് ആയിട്ട് എടുക്കുന്ന ഓപ്ഷൻ സി ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അയൺ കോർ അല്ലെങ്കിൽ സോഫ്റ്റ് അയൺ എന്ന് പറയുന്ന സാധനം നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ യൂസ് എന്താ, ഫ്ലെക്സ് മാക്സിമം ഉണ്ടാക്കുക, ഫ്ലെക്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുക, EMF ജനറേറ്റ് ചെയ്യുക. അതിനു വേണ്ടിയാണ് നമ്മൾ അയൺ കോർ യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്തത് കൊണ്ട് നമുക്ക് എന്താ ഹിസ്റ്റീരിസിസ് ലോസ് റിഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഹിസ്റ്റീരിസിസ് ലോസ് ഒരുപാട് കുറവുള്ള ഒരു സാധനവും നമുക്ക് റിലക്റ്റൻസ് ആ രീതിയിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ യൂസ് ഇല്ലല്ലോ. അപ്പൊ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് റിലക്റ്റൻസ് കുറവായിട്ടുള്ള ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ കൂടെ ഹിസ്റ്റീരിസിസ് ലോസ് കുറയ്ക്കാനും പറ്റിയാൽ നല്ല കാര്യം. അപ്പൊ 2 ഓപ്ഷൻ വരുന്നുണ്ട്. അതിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ട്രാൻസ്ഫോമർ ഇൻസ്റ്റലേഷൻ? അതായിരിക്കും കൺസർവേറ്റർ, ബ്രീത്തർ, സ്വിച്ച് ഓഫ് റിലേ, അതാണ് എക്സൈറ്റ്. ഒന്ന് നമുക്ക് നിർത്താം. ഓക്കെ, താങ്ക് യു.